വളരെ സന്തോഷം അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണിത്. കാരണം ഇത് ഒരാളല്ല, ഒരു ടീം പല തരത്തിലായിട്ട് ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് വളരെ വൃത്തിയിൽ കൈകാര്യം ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്നീ കാണുന്നത്. കാരണം ഒരു യൂണിയൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അതിലുള്ള ബോർഡ് മെമ്പറോ അതിൽ ഒരു 4 ആൾ മാത്രം വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല. ഇത് മുഴുവനും ഇതൊരു ടീം വർക്കിലൂടെ മാത്രമാണ് ഇത് വിജയിപ്പിക്കാൻ സാധിച്ചത്. സാധാരണ ഒരു പരിപാടി നടത്തുമ്പോൾ രാവിലെ 8 മണിക്ക് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. ഇന്ന് ഇത് ഏറ്റെടുത്ത രാവിലത്തെ പ്രോഗ്രാം ഏറ്റെടുത്ത ഫുഡ് കമ്മിറ്റിയിലുള്ള ആളുകൾ ഇന്ന് 7 മണി 7:15 ആകുമ്പോഴേക്കും ഇവിടെ ഭക്ഷണം എത്തി. അവരെന്നെ പറഞ്ഞു ഞങ്ങൾ പോലും ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ളത്. കാരണം കുടുംബാംഗങ്ങളുടെ ഇതിനോടുള്ള ആ ഒരു സംഘടനയോടുള്ള അതിൻ്റെ പ്രവർത്തകരോടുകൂടെയുള്ള ഒരു ബഹുമാനവും സ്നേഹവും ആ ഒരു സംഘടനയോടുള്ള ഒരു വിശ്വാസം, അതൊക്കെയാണ് നമുക്ക് എന്താ പറയുക ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും അതുണ്ടായത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇന്നിപ്പോൾ MP രാജ്കുമാർ സാർ വന്നു. ഇനി കുറച്ച് കഴിഞ്ഞാൽ വേലുമണി സാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ പരിപാടിയുടെ ഇടയ്ക്ക് കുറച്ച് നമ്മുടെ ആളുകളെ അനുമോദിക്കുന്ന ചടങ്ങുണ്ട്. ഇതിൽ പല രീതിയിലും സേവനം ചെയ്തും സഹായം ചെയ്ത് ആളുകൾക്കുള്ള ഒരു തിരിച്ച് നമുക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നേഹാദരം എന്ന രീതിയിൽ, ഒരു അനുമോദനം എന്ന രീതിയിൽ നമുക്ക് ചെയ്യേണ്ട ചെറിയ ഒരു ചടങ്ങുകളും നമ്മളിവിടെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇതിനോടൊപ്പം ഒരുമിച്ച് എന്താ പറയുക, ഇനി വരും കാലങ്ങളിലും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇനിയും ഒരു ശക്തി തരണം. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു 2-3 മാസമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓടി ഇന്നലത്തെ ഉറക്കവും, അത് ഇന്നലെ മാത്രമല്ല കുറച്ച് ദിവസമായി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട്, എന്താ പറയുക, ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ട് തന്നെ എന്താ പറയുക, ഏതാണ്ട് ഞാൻ മാത്രമല്ല എന്നോടൊപ്പം നല്ല ഒരു ടീം, എനിക്കെന്നാൽ ഒട്ടും പ്രതീക്ഷയല്ല, ആത്മാർത്ഥമായിട്ട് യാതൊരു പ്രതിഫലവും ഇതിന്ന് കിട്ടാതെ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, അത് യൂത്ത് മൂവ്മെൻ്റ് ആയിക്കോട്ടെ, വനിതാ സംഘം ആയിക്കോട്ടെ, മാട്രിമോണി ആയിക്കോട്ടെ, ഒപ്പത്തിനൊപ്പം അവർ ഏത് കാര്യം കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊരിക്കലും അവരും എന്താ പറയുക പറയാതിരിക്കാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ല. ഈ ഒരു അവസരത്തിൽ നന്ദി ചടങ്ങ് വൈകുന്നേരമാണെങ്കിലും പക്ഷേ ഈ ഒരു അവസരം ഞാൻ ആ മുഴുവൻ ടീമിനോടും ഞാൻ നന്ദി പറയുകയാണ്. കാരണം പല രീതിയിലെ പ്രതിസന്ധികൾ ഇതിനകത്ത്, പല രീതിയിൽ നേരത്തെ ഇവിടെ അജി സാറ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ചില കാര്യങ്ങളിവിടെ അവതരിപ്പിക്കുകയുണ്ടായി. പല രീതിയിൽ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയും പോകുന്ന കുടുംബാംഗങ്ങളുടെ ഇടയിൽ നേറിയ അപ്പം ഈ നോട്ടീസ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച നോട്ടീസ് വന്നല്ലോ എന്ന രീതിയിലുള്ള പല രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതൊക്കെ മറികടന്ന് ഈ ഒരു വലിയൊരു സദസ്സ് ഇന്ന് ഒരുമിച്ച് നമുക്ക് സന്തോഷമായിട്ട് ഒരുമിച്ച് കൂടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംഘടന ഒരു ശക്തിയായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. അതൊരു വ്യക്തിയോ ഒരു 4 പേര് മാത്രമല്ല, നമ്മളൊരു കൂട്ടായ്മ, നമ്മളൊരു മനസ്സ് എന്ന രീതിയിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ഇനി വരും കാലങ്ങളിൽ നമുക്ക് കൊറോണയ്ക്കപ്പുറം കുറച്ചൊരു ഗ്യാപ്പുണ്ടായി. പക്ഷേ ഇനി വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എന്താ പറയുക, നിങ്ങളുടെ പങ്കാളിത്തമാണ് നമുക്ക് ആവശ്യം. ഈ കഴിഞ്ഞ ക്വിസ് പ്രസംഗ മത്സരത്തിൽ നോക്കുമ്പോൾ 4ാമത്തെ തവണയാണ് കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് നടത്തിയ ക്വിസ് പ്രസംഗ മത്സരത്തിൽ 4ാമത്തെ തവണയാണ് നമ്മൾ നടത്തുന്നത്. ആ 4ാമത്തെ തവണ നമ്മൾ നടത്തുന്ന സമയത്ത് ഏതാണ്ട് നമുക്ക് കഴിഞ്ഞാൽ 240 പാർട്ടിസിപ്പൻസാണ് നമുക്ക് അന്ന് കിട്ടിയത്. മൊത്തത്തിൽ എല്ലാ ഏജ് കാറ്റഗറിയിലും പ്രസംഗത്തിനും ക്വിസിനും ചേർന്ന് നമുക്ക് 240ഓളം പാർട്ടിസിപ്പൻസാണ് നമുക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രയോ കൂടുതൽ നമുക്ക് കിട്ടിയത്. ഞാൻ വനിതാ സംഘത്തിനോട് ഞാൻ പറഞ്ഞൊരു കാര്യം,
അടുത്ത പ്രാവശ്യം നടത്തുകയാണെന്നുണ്ടെങ്കിൽ എണ്ണം 240 നിങ്ങൾ 500ന് മുകളിൽ കൊണ്ടുപോയിക്കോ. നമുക്ക് ക്വിസ് സെപ്പറേറ്റ് ഒരു ദിവസം നടത്താം, പ്രസംഗം ഒരു ദിവസം സെപ്പറേറ്റ് ആയിട്ട് നടത്താം. അതിന് എന്ത് സാമ്പത്തിക ചെലവ് വന്നു കഴിഞ്ഞാലും അത് യൂണിയൻ ഏറ്റെടുത്തോട് നടത്തും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് സാമ്പത്തിക ചെലവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന് ഞാൻ ഈ പ്രാവശ്യം കൊണ്ടുവന്നത് നമ്മൾ 5 ജഡ്ജിമാരാണ്. അവർ വരാനും ഇവിടെ താമസിക്കാനും പോവാനും അത് കഴിഞ്ഞ് അവർക്ക് കൊടുക്കേണ്ട ഫീസും അതിന് പുറമെ കുട്ടികൾക്കുള്ള സമ്മാനം, രാവിലെ തൊട്ട് ഉച്ചവരെ വൈകുന്നേരം വരെ നിൽക്കുന്നവർക്കുള്ള അതിനുള്ള എന്താ പറയുക മുഴുവൻ കുടുംബാംഗങ്ങൾക്കുള്ള ഭക്ഷണവും, ഇതൊക്കെ ഞാൻ ഈ യൂണിയൻ വഹിച്ചിട്ടാണ് ഇപ്പോൾ പലതവണയായിട്ട് നമ്മൾ പ്രോഗ്രാമുകൾ നടത്തിയിട്ടുള്ളത്. യൂണിയൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു കൂപ്പൺ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബിൽഡിംഗ് ഫണ്ടിലേക്കും അതേപോലെ കഴിഞ്ഞ ഓഗസ്റ്റ് 2018 നടത്തിയ പരിപാടിക്കും പിന്നെ ഈ പരിപാടിക്കും ഇതുപോലുള്ള എന്തെങ്കിലും ഇങ്ങനെ വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഇത്തരത്തിലൊരു ബാക്കി സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പരിപാടി പോലും അവിടെ ഒരു പിരിവ് നടത്താറില്ല എന്നുള്ളതാണ്. മാട്രിമോണി പ്രോഗ്രാം നടത്തി, അതേപോലെ യൂത്തുമിൻ്റെ സൈബർ ക്ലാസ് നടത്തി. ആ സൈബർ ക്ലാസ്സിന് ഒരു പിരിവ് നടത്തിയിട്ടില്ല. ഞാനിത് പറയുന്നത് ഈ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ചില ആളുകളുടെ കുത്തുവാക്കുകൾ വളരെ വേദനിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്നോട് പലരും പറയും സംഘടനാ പ്രവർത്തനം അത് സാധാരണയാണെന്ന് പറയും. അത് പറയേണ്ടവർക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ കൊള്ളുന്നവന് അറിയേണ്ട വേദന അറിയുള്ളൂ. ഈ ഇടയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് ഒരു ശാഖയുടെ ഗ്രൂപ്പിലുണ്ടായി. എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു പുച്ഛമാണ് തോന്നിയത്. കാരണം അദ്ദേഹം ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അത് ആ ശാഖയിൽ അവതരിപ്പിച്ചിട്ട് അവിടെ അതിൻ്റെ എന്താണോ അതിൻ്റെ കാരണം എന്ന് തേടിയതിന് ശേഷം മാത്രമേ ആ ശാഖയുടെ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു വോയിസ് മെസ്സേജ് ഇടാൻ പാടുള്ളൂ. ഒന്നില്ലെങ്കിൽ അയാൾക്ക് ഷോ കാണിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് എവിടുന്നോ കൂലി വാങ്ങിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ കഴിഞ്ഞ ശാഖാഭാരവാഹികളുടെ കമ്മിറ്റി മീറ്റിംഗ് ഞാൻ പറയുണ്ടായി. അവിടെ ഞാനത് ചില ശാഖാ സെക്രട്ടറിമാരെ ഷെയറുകയും ചെയ്തു. എനിക്കൊരു പ്രശ്നമില്ല, കാരണം ഇവിടെ സംഘടന നടത്തിക്കൊണ്ടുവന്നതും ഇവിടെ ഓരോ പരിപാടി നടത്തുമ്പോഴും അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയാം, എത്ര അച്ചടക്കത്തോട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഒരുമിച്ച് തീരുമാനിച്ചിട്ടെടുത്തിട്ട് ഇവിടെ നടത്തിയിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞ 3-4 കാര്യങ്ങളുണ്ട് ഇവിടെ. ഒന്ന്, യൂണിയൻ സ്ഥലം മേടിച്ചത് ഏതോ കുഗ്രാമത്തിലാണെന്ന് പറഞ്ഞു. ഏതോ ഉൾഗ്രാമത്തിൽ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പാലക്കാട് വേലന്താളം ഹൈവേ അദ്ദേഹത്തിന് കുഗ്രാമമായത് എന്നാണെന്ന് എനിക്കൊന്നും അറിയണം. അദ്ദേഹം ഈ നാട്ടിൽ തന്നെയാണോ ജീവിക്കുന്നത്? ഇത് മുഴുവൻ ആളുകളും ഇതിനു വേണ്ടിയിട്ട് യൂണിയൻ സ്ഥലം നോക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ഥലം ഉണ്ടാക്കുമ്പോൾ സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ അതിന് പണമുണ്ടാക്കാൻ അതിനൊരു ഫിനാൻസ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ അവർ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ഒരുപാട് കാലം അവർ പ്രയത്നിച്ച് പല സ്ഥലങ്ങളും പല വട്ടം പോയി നോക്കി ഗ്രൂപ്പുകളിലിട്ട് അതിനുശേഷം ശാഖാ ഭാരവാഹികൾക്ക് ഈ സ്ഥലം ഇന്നതാണ് ലൊക്കേഷൻ വന്ന് കാണാനുള്ള ദിവസം ടൈമും എല്ലാ തീയതി എല്ലാം കൊടുത്തുകൊണ്ട് അത് വന്ന് കണ്ടതിന് ശേഷം മാത്രമേ ആ സ്ഥലം തീരുമാനം എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് അത്തരത്തിൽ ഒരുപാട് ചർച്ചകൾ നടത്തിയതിന് ശേഷം മാത്രമാണ് ആ സ്ഥലം നമ്മൾ ഫൈനലാക്കി എടുത്തത്. ആ വേലന്താവളം എന്താ പറയുക, പിച്ചനൂരിന് മുമ്പായിട്ട് ഞാൻ കുമ്മിട്ടിപ്പതി പിരിവിൻ്റെ അവിടെ ആ മെയിൻ റോഡിലാണ് അവിടെ എടുത്തിട്ടുള്ളത്. ആ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് 10 ഏക്കർ സ്ഥലം ഞങ്ങൾ KR ബേക്കറി വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ 14 കൊല്ലം മുന്നേ വാങ്ങിച്ച സ്ഥലമാണ്. 14 കൊല്ലം മുന്നേ വാങ്ങിച്ചപ്പോൾ അവിടുത്തെ വില എന്താണെന്നറിയാം, ഇപ്പോഴത്തെ വില എന്താണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞ ആള്
ഒന്ന് പോയിട്ടൊന്ന് വില ഒന്ന് അന്വേഷിക്കും. യൂണിയൻ വാങ്ങിച്ച സമയത്തുള്ള വിലയും ഇപ്പോൾ ഉള്ള വില ഒന്ന് അന്വേഷിച്ചിട്ട് എന്നിട്ടൊരു വോയിസ് മെസ്സേജ് കൂടി ഇടണം എന്ന് എനിക്ക് ആവശ്യപ്പെടാൻ. പിന്നെ അദ്ദേഹം പറഞ്ഞ അടുത്ത കാര്യം, പ്രസംഗ മത്സരത്തിന് വന്ന സമയത്ത്, മത്സരത്തിന് വന്ന സമയത്ത് അവിടെ കൊടുത്ത ബിരിയാണി റേഷൻ അരിയുടെ ആയിരുന്നു എന്ന് പറഞ്ഞു. സഹോദര സഹോദരിമാരെ, അത് കൈമടെ 190 രൂപയുടെ അരിയാണ്. അതിൽ ഡാൽഡ ചേർക്കാതെ നെയ്യും സൺഫ്ലവർ ഓയിൽ മാത്രം ചേർത്തുണ്ടാക്കിയ ബിരിയാണിയാണത്. അല്ല, ഇത് ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മെസ്സേജ് വരുമ്പോൾ അതിന് ഒരാൾ പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. അതിനൊരു തംസപ്പ് ഇട്ട ആൾക്കാരുണ്ട് അവിടെ. നമ്മളെന്തോ ഊളകളോ? ഇനി വെറുതെ ഇരിക്കൂല, ഇനി മുഖത്ത് നോക്കി പറയും. ആ കാലം കഴിഞ്ഞു, സഹിച്ച കാലം കഴിഞ്ഞു. ഉള്ളവർ നിന്നാൽ മതി, ഇല്ലാത്തവർക്ക് മാറി നിൽക്കാം. ഇതിനോട് വിശ്വാസം ഉണ്ടെങ്കിൽ നിൽക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളൂ. ഈ അടുത്ത് കുറേ കാലത്തിന് ശേഷം പിരിഞ്ഞ ശാഖ ഈ അടുത്ത കാലത്ത് വന്നു. ആ വന്ന ശാഖയ്ക്ക് ഞങ്ങൾ ഒരു കുറച്ച് ആൾക്കാർ അവർ ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചല്ല, ഞങ്ങളെ ക്ഷണിച്ചിട്ട് അങ്ങോട്ട് പോയത്. ക്ഷണിച്ച് ഞങ്ങളവിടെ പോയി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ എവിടെ ചെല്ലുമ്പോൾ കൂപ്പനും നോട്ടീസും കേട്ട് പോയിരുന്നു. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ കൂപ്പൺ ഉണ്ട്, പക്ഷെ കൂപ്പൺ ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടെങ്കിൽ അതിൽ സമ്മാനം ഞങ്ങൾക്ക് കിട്ടിയല്ലോ, തൽക്കാലം ഈ സമ്മാനം നിങ്ങൾക്ക് കിട്ടണ്ട. കാരണം നാളെ പിന്നെ പറയും പിരിവിന് വേണ്ടി അവിടെ വന്നു, അത് കേൾക്കാൻ താല്പര്യമില്ല. അതുപോലെ ഞങ്ങൾ മീറ്റിങ്ങുകൾ ഇപ്പോൾ പറയുന്നുണ്ട്, 2 തോണിയിലും 4 തോണിയിലും കാലിട്ട് നടക്കുന്ന ആളുകളെ നമുക്ക് വേണ്ട. ഇതിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഇതിൽ 50 പേരുള്ള 50 പേര് മതി. ഞാൻ രക്ഷാധികാരിയും എൻ്റെ പിതാവുമായ നിങ്ങൾ പ്രിയപ്പെട്ട KR ബാലേട്ടനോട് എന്നെ ഈ ഇങ്ങനെ കാണുമ്പോൾ നിനക്കെന്താ പ്രാന്താണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അദ്ദേഹം എനിക്കൊരു ധൈര്യം തരും. എടാ, നമുക്ക് ഗണപതി മുകളിലുള്ള ഓഫീസുണ്ടല്ലോ, അവിടെയുള്ള ഞായറാഴ്ചയുള്ള പ്രാർത്ഥന മുടക്കാതെ മാത്രം നോക്കിയാൽ മതി. ബാക്കി അവർക്ക് വേണമെങ്കിൽ നോക്കിക്കോ. അപ്പോൾ ഈയിടെ 4 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് ഞാനും അജിത് സാറും ഒരു 10-15 പേരുള്ള കുടുംബത്തിലേക്ക് ഞങ്ങൾ ചെന്നു. ആ ശാഖയിൽ ചെന്നപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, പണ്ടിങ്ങനെ യൂണിയൻ ശാഖ നന്നായി പോയതാണ്, പക്ഷേ അവിടെ എന്താ പറയുക വേറെ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ യൂണിയൻ പിന്നെ അവിടുന്ന് പിന്മാറി. യൂണിയന് വേണ്ട രീതിയിൽ ഇടപെടണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ തന്നെ അതിൻ്റെ മറുപടി ഞാൻ കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, അവിടെ 2 തോണി 4 തോണി ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ തോണി ഞങ്ങൾ മാറ്റിക്കോളാം. കുടുംബാംഗങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അന്ന് അവിടെ ഞങ്ങൾ കൂടെ നിൽക്കും. അതല്ലാതെ അവിടെ എന്താ പറയുക, ഈ തെരുവ് നായ്ക്കൾ ഇപ്പോൾ എന്താ പറയുക, ഇറച്ചിക്കറിയുടെ മുന്നിൽ നിന്നിട്ട് ഇറച്ചിക്ക് വേണ്ടി കടി വിടുന്ന പോലെ ഞങ്ങളവിടെ നിന്നിട്ട് ആ കഷ്ണം കടിക്കാൻ ഞങ്ങൾ നിൽക്കൂല. അവിടെ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കാൻ, പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ, അവരോട് നയിക്കാനും അവരെ മുന്നിൽ കൊണ്ടുവരാനും നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിന് ഉദാഹരണമാണ് ഇന്ന് നിങ്ങൾ കണ്ട സയൻസ് പ്രോജക്റ്റ്. യൂത്ത് മൂവ്മെൻറ്റിലെ പ്രിൻസും ആണ് അതിൻ്റെ മെയിൻ കാരണക്കാരൻ. അതിനോടൊപ്പം നിന്ന ടീമാണ് പ്രസാദും കുട്ടനും ഇവരൊക്കെ ടീമായി നിന്ന്. അതിനൊപ്പം നിന്നാണ് അതിൽ കൂടെ നമ്മളെ ഡോക്ടർ നീലേഷ് എന്നുള്ളത്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ. അതേപോലെ 2 പ്രൊഫസർമാർ, വേറെ 2 പേര് കൂടി മുഖ്യമായിട്ട് അവർ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ആ പേര് വിട്ടുപോയി. ഇവരെല്ലാവരും 3 മാസം കൊണ്ടാണ് ആ കുട്ടികൾക്ക് 3 മാസം കൊണ്ട് ചിലർ ഡേ ആൻഡ് നൈറ്റ് ഓൺലൈനിലും നേരിട്ടും ഒക്കെ ആയിട്ട് ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് ചിലരെ പരിശീലനം കൊടുത്തുകൊണ്ടാണ് അവർക്കുള്ളൊരു പ്രോത്സാഹനം കൊടുത്തത്. പരിശീലനം മാത്രമല്ല, പ്രോത്സാഹനം അവർക്ക് മാത്രമല്ല അവരുടെ രക്ഷിതാക്കൾക്കും പ്രോത്സാഹനം കൊടുത്തുകൊണ്ടാണ് അവിടെ സയൻസ് പ്രോജക്റ്റ് നടത്താൻ പറ്റുക. കാരണം കുട്ടികളെ വിടാൻ പറ്റില്ല, കുട്ടികൾക്ക് സമയമില്ല, കുട്ടികൾ തിരക്കാണ്, ഉറക്കമാണ്, പല കാരണങ്ങളും.
പെൺകുട്ടികളാണ്, ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളോടും അതെല്ലാം മറികടന്നാണ് ആ സയൻസ് പ്രോജക്റ്റ്. നിങ്ങളവിടെ ഉശിരോടുകൂടിയുള്ള കുട്ടികൾ അവിടെ അവർ പ്രോജക്റ്റ് കൈകാര്യം ചെയ്യുന്നത് കണ്ടുപോകും. MP രാജ്കുമാർ സാർ വന്നു. ഞാൻ അപ്പം തന്നെ വേഗം മുന്നോട്ട് പോയി, അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മുന്നോട്ട് പോയിട്ട് അവരോട് പറയും തമിഴിൽ കൈകാര്യം തരും. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഒരു പ്രശ്നവുമില്ല. അയ്യോ തമിഴോ? അവർ അത്രയും ധീരന്മാരായിട്ട് അവർ സുന്ദരമായിട്ട് അയാളെ നമ്മൾ MP വിട്ടില്ല. അവർ MP നിന്ന് ക്ലാസ് കൊടുക്കായിരുന്നു. അവർ MP കുറച്ച് നോളജുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ക്രോസ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ചോദിച്ചതിനൊക്കെ നീറ്റായിട്ട് മറുപടി പറഞ്ഞ് അതിനുള്ള പ്രാപ്തരാക്കാൻ ഇവിടെ ചിലരെ സംഘടനയ്ക്ക് പറ്റിയെന്നുള്ളതാണ്. ഇതിനപ്പുറം വേറെന്താ വേണ്ടത്? അപ്പം റേഷനറി സഹോദര, നിങ്ങൾക്ക് ഇനി പരാതിയുണ്ടെങ്കിൽ ഈ മൈക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് പ്രൂഫോടുകൂടി പറയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.